ഓക്കെ, നോക്കിക്കേ, അടുത്തൊരു നിങ്ങൾ ടെസ്റ്റിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മേക്ക് എ ഫ്ലോ ചാർട്ട് ഷോയിങ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇൻ കേരള ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂള്. എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിലെ വ്യവസായ വികസനം കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക. അപ്പോൾ നോക്കി, ഈ ഏരിയയിൽ ടീച്ചർ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സിൽ അതെല്ലാം ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, The British established the modern industries in Travancore and Cochin. ട്രാവൺകൂറിലും കൊച്ചിയിലും ബ്രിട്ടീഷുകാർ എന്താ മോഡേൺ ഇൻഡസ്ട്രികൾ തുടങ്ങി. ദ റൂളേഴ്സ് ഓഫ് ട്രാവൺകൂർ അഡോപ്റ്റഡ് പോളിസീസ് പ്രൊമോട്ടിംഗ് മോഡേൺ ഇൻഡസ്ട്രീസ്. അതായത് തിരുവിതാംകൂർ ഭരണാധികാരികൾ ആധുനിക വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളെയൊക്കെ അവർ സ്വീകരിച്ചു. അവർ അതിനെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്തു, ട്രാവൺകൂറിലെ ഭരണാധികാരികളെല്ലാം. ഓക്കെ, നോക്കിയേ, ദ റൂളേഴ്സ് ഓഫ് ട്രാവൺകൂർ അഡോപ്റ്റഡ് പോളിസീസ് പ്രൊമോട്ടിംഗ് മോഡേൺ ഇൻഡസ്ട്രീസ്. മോഡേൺ ഇൻഡസ്ട്രീസിന് ഏറ്റവും അധികം അവർ പ്രൊമോട്ട് ചെയ്യുകയാണ് ട്രാവൺകൂർ ഭരണാധികാരികൾ. അതുപോലെ ബ്രിട്ടീഷ് പ്രൊവൈഡ് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ദ ഇൻഡസ്ട്രീസ്. നോക്കിക്കേ, ഓരോ വ്യവസായത്തിനും മോഡേൺ വ്യവസായത്തിനും ബ്രിട്ടീഷുകാർ സാമ്പത്തിക സഹായങ്ങളും അതിനുള്ള സപ്പോർട്ടുകളെല്ലാം കൊടുത്തിരുന്നു. എന്തിനു വേണ്ടിയാ? നല്ലൊരു പ്രൊഡക്ഷൻ കിട്ടിയാൽ അവർക്കത് വിറ്റ് നല്ല ലാഭമുണ്ടാക്കാം, അല്ലേ? നോക്കിയേ, ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് പ്രൊപ്പൽ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രീസ്. നോക്കുക, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപനം ആധുനിക വ്യവസായങ്ങളുടെ വികസനത്തിന് കാരണമായി. ഒരു ബേസിക് ആയിട്ട്, അതായത് മോഡേൺ ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യാൻ ഒന്ന് എൻകറേജ് ചെയ്ത ഒരു സ്ഥാപനമായിരുന്നു ഏത്? പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്. മറന്നു പോകരുത്. ഇനി നമുക്ക് നോക്കാം, മെയിൻ ഫാക്ടറി സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലുണ്ടായ മെയിൻ ഫാക്ടറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കിക്കേ, പുനലൂർ പേപ്പർ മില്ല് എവിടെയായിരുന്നു? കൊല്ലത്ത്. ഓക്കെ, FACT കളമശ്ശേരി, എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. അതുപോലെ കുണ്ടറ സിറാമിക്സ് എവിടെയാ? കൊല്ലത്താണ്. അടുത്തത് റബ്ബർ വർക്ക്സ് തിരുവനന്തപുരത്താണ്. ടാറ്റ ഓയിൽ മിൽസ് എവിടെയായിരുന്നു? കൊച്ചിയിലാണ്. അടുത്ത് നോക്കിയേ, അളഗപ്പ ടെക്സ്റ്റൈൽ മില്ലും, അതും കൊച്ചിയിലാണ്. അപ്പം ഇതാണ് ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായ മെയിൻ ഫാക്ടറീസ്. ഇതെല്ലാമാണ്. അതൊക്കെ കറക്റ്റായിട്ട് പഠിക്കണേ, കാരണം ഈ മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാറുള്ളതാണത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ബാങ്ക്സ് വർ സ്റ്റാർട്ടഡ് ഇൻ കേരള ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ അക്യുമുലേറ്റിംഗ് ക്യാപിറ്റൽ ആൻഡ് ഡീലിംഗ് വിത്ത് ഫിനാൻഷ്യൽ അഫയേഴ്സ്. അതായത് ഈ സാമ്പത്തിക വ്യവസായം ചെയ്യണമെങ്കിൽ മോഡേൺ ഇൻഡസ്ട്രിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒത്തിരി പണം വേണ്ടി വന്നു, അല്ലേ? ഇതിനെല്ലാം ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് കേരളത്തിൽ ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്തു. നെടുങ്ങാടി ബാങ്ക് വാസ് ദ ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ബാങ്കാണ് ഏത്? നെടുങ്ങാടി ബാങ്ക്. മറന്നു പോകരുത്, അതെപ്പോഴും എക്സാമിന് 1 മാർക്കിന് ചോദിക്കുന്നതാണ്. നെടുങ്ങാടി ബാങ്ക് കേരളാസ് ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്കാണ്. ഓക്കെ, later Imperial Bank, the International Bank and Chartered Bank came into existence. പിന്നീട് കേരളത്തിലെ ഇമ്പീരിയൽ ബാങ്കും ഇൻ്റർനാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവയൊക്കെ നിലവിൽ വന്നു. അതുപോലെ നോക്കിക്കേ, എയർലിസ്റ്റ് ബുക്ക് ഇൻ മലയാളത്തിലുള്ള പഴയകാല ബുക്കുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് മലയാളം ഗ്രാമർ ടെസ്റ്റ് ഏതായിരുന്നു? അത് ആരാ ഇൻട്രൊഡ്യൂസ്? അതിൻ്റെ ഓഥർ ആരായിരുന്നു? ഡോക്ടർ ഏഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, ദെൻ ഫസ്റ്റ് മലയാളം ഡിക്ഷണറി ആരായിരുന്നു ഓഥർ? പേര് മറക്കാതെ പഠിക്കണം, ആർണോസ് പാതിരി. ഓക്കെ, ആർണോസ് പാതിരി. നെക്സ്റ്റ്, ഫസ്റ്റ് ബുക്ക് ടു ബി എൻ്റർലി പബ്ലിഷ്ഡ് ഇൻ മലയാളം ലാംഗ്വേജ്. മലയാളം ലാംഗ്വേജിൽ മൊത്തമായിട്ട് പബ്ലിഷ് ചെയ്ത ബുക്കാണ് ഏതാ? സംക്ഷേപ വേദാർത്ഥം. ഓക്കെ, ഇനി ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയുടെ ഓഥർ ആരായിരുന്നു? ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു. ഓക്കെ, ഇനി നോക്കാം മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ആൻഡ് ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം. ഇത് ആരായിരുന്നു? ദെൻ ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ, മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ ഓഥർ ആരാണ്?
ഹെർമൻ ഗുണ്ടർട്ട്. അതുപോലെ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം രാജ്യസമാചാരമായിരുന്നു ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം. ഓക്കെ, ഇനി നോക്കിക്കേ, മിഷനറി വർക്കേഴ്സ് ആൻഡ് ദെയർ ഫീൽഡ് വർക്ക് ഇൻ കേരള. മിഷനറി വർക്കേഴ്സ് നോക്കുക, ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS ഷോർട്ട് ഫോം പറയുന്നത്, അവരുടെ വർക്ക് മെയിനായിട്ട് എവിടെയായിരുന്നു? ട്രാവൺകൂറിലായിരുന്നു. നെക്സ്റ്റ് മിഷൻ ചർച്ച് മിഷൻ സൊസൈറ്റി ഉണ്ടായിരുന്നു, മെയിനായിട്ട് കൊച്ചി ആൻഡ് ട്രാവൺകൂറിലായിരുന്നു അവരുടെ ഫീൽഡ് വർക്കുകൾ നടന്നിരുന്നത്. അടുത്തത് ബേസൽ എവാഞ്ചലിക്കൽ മിഷൻ, അത് മലബാറിലായിരുന്നു മെയിനായിട്ട് അവരുടെ ഫീൽഡ് വർക്കുകളൊക്കെ നടന്നിരുന്നത്. അതുപോലെ നോക്കിക്കേ, ബെഞ്ചമിൻ ബെയ്ലിയുടെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ പിക്ചറാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചറാണ്. ഇനി നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് പുസ്തകമാണ്, ഒന്നാമത്തെ പുസ്തകമായിരുന്നു. എൻ്റെ പേരെന്തായിരുന്നു? സംക്ഷേപ വേദാർത്ഥം. ഫസ്റ്റ് മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ പുസ്തകമാണ്, പേര് മറന്നു പോകരുത്, സംക്ഷേപ വേദാർത്ഥം. ഇവിടെ നമുക്കൊരു ഇമേജ് കാണാം അല്ലേ, ആരുടെ അത്? ഗൗരി പാർവതിബായിയുടെയാണ്. ഇവിടെ നോക്കിയേ, ഹൂ പ്രൊക്ലെയിം ദ ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ 1817. ട്രാവൺകൂറിൽ ആരാണ് ആദ്യമായിട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തത്? ആരായിരുന്നു? ഗൗരി പാർവതിബായി ആണ്. ഇയർ മറന്നു പോകരുത്, ഏതാ? 1817, 1817 ആണ്. അതുപോലെ നോക്കിക്കേ, വിച്ച് ആർ ദ ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് സെക്ടർ ഓഫ് കേരള ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ്. അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്ത് കേരളത്തിലെ ആരോഗ്യ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. മോഡേൺ മെഡിസിൻ ഗെയിൻഡ് മോർ ഇമ്പോർട്ടൻസ് ദാൻ കേരളാസ് ട്രഡീഷണൽ ആയുർവേദിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏത് മെഡിസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുത്തത്? മോഡേൺ മെഡിസിനായ ഇംഗ്ലീഷ് മരുന്നുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതുവരെ നമ്മളുടെ കേരളത്തിൽ ഫോളോ ചെയ്തിരുന്ന നമ്മുടെ ട്രഡീഷണൽ മെഡിസിനായിട്ടുള്ള ആയുർവേദമായിരുന്നു. അതിൽ കൂടുതൽ ജനങ്ങളിലേക്ക് കൂടുതൽ ഇംഗ്ലീഷ് മെഡിസിനുകൾ എത്തിക്കാനായിട്ട് ഗവൺമെൻറ്, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് തീരുമാനിക്കുകയുണ്ടായി. അതുപോലെ നോക്കിക്കേ, സ്മോൾ പോക്സ് വാക്സിനേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ഫസ്റ്റ് ടൈം ഇൻ മലബാർ. മലബാറിലാണ് വസൂരിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ പ്രതിരോധ മരുന്ന് ഏറ്റവും ആദ്യമായിട്ട് എടുത്തത്. എവിടെ വെച്ചായിരുന്നു? മലബാറിലായിരുന്നു. അതും ഇംഗ്ലീഷ് മെഡിസിൻ തന്നെയാണ്. ദ ട്രാവൺകൂർ റൂളേഴ്സ് ഫോംഡ് എ കമ്പനി ടു ഇമ്പോർട്ട് മെഡിസിൻ ഫ്രം ഇംഗ്ലണ്ട്. അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് മെഡിസിൻ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടി തിരുവിതാംകൂറിൽ ഒരു കമ്പനി തന്നെ സ്ഥാപിക്കുകയുണ്ടായി. അതായത് ഇംഗ്ലീഷ് മെഡിസിൻ സ്റ്റോർ ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഒരു കമ്പനി തന്നെ സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വാസ് സ്റ്റാർട്ടഡ് ഇൻ മലബാർ, കൊച്ചി ആൻഡ് ട്രാവൺകൂർ. മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ തുടങ്ങുകയുണ്ടായി. എന്തിനു വേണ്ടിയാ? ഇംഗ്ലീഷ് മെഡിസിൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും അവരൊരു വാണിജ്യ അടിസ്ഥാനത്തിലാണ് ഇംഗ്ലീഷ് മെഡിസിൻ എല്ലാം കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അവർക്ക് മെയിൻ ഫോക്കസ് അത് തന്നെയാണ്, അവരുടെ വ്യവസായം തന്നെയായിരുന്നു. ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ജുഡീഷ്യൽ സെക്ടർ ഓഫ് കേരള ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ്. അതായത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ജുഡീഷ്യലിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ജുഡീഷ്യൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The British reformed the system of law and justice. ബ്രിട്ടീഷുകാർ നീതിയും നിയമവും പരിഷ്കരിച്ചു. അതുവരെ നമ്മുടെ കേരളത്തിൽ എങ്ങനെയായിരുന്നു ശിക്ഷ വിധിച്ചിരുന്നത്? ജാതി വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടായിരുന്നു. അതായത് ഉയർന്ന ജാതിക്കാർ തെറ്റ് ചെയ്താൽ വേറൊരു നീതിയും, താഴ്ന്ന ജാതിക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണിഷ്മെൻ്റ് ഒക്കെ കൂടുതലായിട്ട് വിധിച്ചിരുന്നു. അതിനെല്ലാം ഒരു മാറ്റമുണ്ടായത് ആരുടെ ഭരണകാലത്ത്? ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ്. അത് ശരിക്കും പറഞ്ഞൊരു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. നോക്കി, ഇൻ ദ ന്യൂ സിസ്റ്റം ആഫ്റ്റർ ഹിയറിംഗ് ദ അക്യൂസ്ഡ് യൂണിഫൈഡ് പണിഷ്മെൻറ്റ് വാസ് ഗിവൻ ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഗിൽട്ട്. നോക്കിക്കേ, പുതിയ സമ്പ്രദായം അനുസരിച്ച് കുറ്റം ചെയ്തവനെ കേട്ടിട്ട് അതിന് അനുപാതികമായിട്ടുള്ള ശിക്ഷയാണ് വിധിച്ചിരുന്നത്. ഓക്കെ, പുതിയ സമ്പ്രദായത്തിൽ കുറ്റാരോപിതനെ കേട്ട ശേഷം
കുറ്റത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു ഏകീകൃത ശിക്ഷ നൽകപ്പെട്ടു. അത് നോട്ട് ചെയ്യേണ്ടതാണ്. ഏകീകൃത യൂണിഫൈഡ് പണിഷ്മെൻ്റ് ആണ്, ഏകീകൃത ശിക്ഷയാണ് കൊടുത്തിരുന്നത്. ഇവിടെ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല. ആര് കുറ്റം ചെയ്താലും അതിനെന്താണോ ശിക്ഷ, ആ ശിക്ഷ എല്ലാവരും മീൻസ് ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും ആ പണിഷ്മെൻ്റ് അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, അതുപോലെ with this the principle of equality before law irrespective of caste was established. ഇത് നോക്കിക്കേ, ഇതോടെ ജാതി നോക്കാതെ നിയമത്തിൻ്റെ മുന്നിൽ സമത്വം, എല്ലാവർക്കും ഒരു ഇക്വാലിറ്റി എന്ന തത്വം സ്ഥാപിക്കപ്പെട്ടു. അതുപോലെ ദി ട്രയൽ കോർട്ട് വർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഓഫ് കേരള. അതായത് കേരളത്തിൻ്റെ പല ഭാഗത്തിലും വിചാരണ കോടതികൾ അതിനുവേണ്ടി വരികയുണ്ടായി. ഓക്കെ, ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ ഏരിയയിലും. അതായത് കുറ്റം ചെയ്യുന്നവരെ കറക്റ്റായിട്ട് പണിഷ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് പ്ലേസസിൽ ട്രയൽ കോർട്ട് വരികയുണ്ടായി, അതായത് വിചാരണ കോടതി വരികയുണ്ടായി. ഇവിടെ നോക്കി, ഇവിടെ നമുക്കൊരു ഇമേജ് കാണുന്ന ആരുടെയാ? സ്വാമി വിവേകാനന്ദൻ്റെയാണ് അല്ലേ. അദ്ദേഹം കേരളത്തെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് നോക്കിക്കേ. എ ലുനാറ്റിക് അസൈലം, കേരളം ഒരു ഭ്രാന്താലയമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ്? Was there ever a sillier thing before in the world than when I saw in Malabar country? The lower class is not allowed to pass through the same street as the high caste man. അദ്ദേഹം എന്താ പറഞ്ഞത്? ലോകത്തെവിടെയും ഞാൻ കണ്ടിട്ടില്ല, ഇതുപോണ ഒരു മലബാറിൽ അല്ലെങ്കിൽ കേരളത്തിൽ കണ്ട ഒരു വിഡ്ഢിത്തം ലോകത്തെവിടെയും കണ്ടിട്ടില്ല. എന്തായിരുന്നു അത്? ഒരു വഴിയിലൂടെ, അതായത് ഉയർന്ന ജാതിക്കാർ സഞ്ചരിക്കുന്ന വഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ പാടില്ല എന്നുള്ളൊരു വിഡിത്തം ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ അദ്ദേഹം പറയുകയുണ്ടായി, ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്, അവരുടെ വീടുകളെല്ലാം എന്താണെന്ന് പറഞ്ഞു? ഭ്രാന്താലയമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നോക്കി, അതുപോലെ നമ്മുടെ കേരളത്തിലെ മെയിൻ സോഷ്യൽ റിഫോമേഴ്സും അവരുടെ ഓർഗനൈസേഷൻ പ്രസ്ഥാനങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൈകുണ്ഠ സ്വാമികൾ, സമത്വ സമാജം. ദെൻ ചട്ടമ്പി സ്വാമികൾ, എന്തായിരുന്നു ഓർഗനൈസേഷൻ, എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ? പ്രൊട്ടസ്റ്റഡ് എഗെയിൻസ്റ്റ് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ആൻഡ് സംബന്ധം, മരുമക്കത്തായം. ഇതിനൊക്കെ എതിരായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. മരുമക്കത്തായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, ഒരു വീട്ടിൽ മൂത്ത ആളായിരിക്കും, മുതിർന്ന ഒരു ആൺകുട്ടിയായിരിക്കും കാരണവർ. അവരുടെ സ്വത്ത് ആർക്കായിരിക്കും പോകുന്നത്? സഹോദരിയുടെ മക്കൾക്കായിരിക്കും സ്വത്തിന് അവകാശം. ആ ഒരു സമ്പ്രദായത്തെയാണ് മരുമക്കത്തായ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിരുന്നു ആര്? നമ്മുടെ ചട്ടമ്പി സ്വാമികൾ. അതുപോലെ ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ഈ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയത് ആരാണ്? ശ്രീനാരായണ ഗുരു ആണ്. ഇതെല്ലാം മാച്ച് ദ ഫോളോയിങ് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്, കറക്റ്റായിട്ട് പഠിച്ചോളണം. അതുപോലെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവിടെ ഒരു എൻ ഉണ്ട് കേട്ടോ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഫനേജസ്. അതായത് കേരളത്തിൽ അനാഥാലയങ്ങളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കൂടുതലായിട്ട് സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിലുള്ള കുറേ മിഷനറീസാണ്. ദെൻ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ അതായിരുന്നു പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം. അതായത് സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം കൂടുതലായിട്ടും, എസ്പെഷ്യലി ലോവർ കാസ്റ്റ് പീപ്പിളിന് വേണ്ടിയാണ് അദ്ദേഹം കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ വർക്കുകളെല്ലാം. അതുപോലെ വൈക്കം അബ്ദുൽ ഖാദർ മൗലവി എന്തിനു വേണ്ടിയായിരുന്നു? തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ ഓർഗനൈസേഷൻ. ഇനി നമുക്ക് നോക്കാം, ഇതെല്ലാം കറക്റ്റായിട്ട് പഠിച്ചോളണം കേട്ടോ. എപ്പോഴും മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. വാഗ്ഭടാനന്ദൻ എന്തായിരുന്നു? നോക്കിക്കേ, ആത്മവിദ്യാ സംഘം. അതുപോലെ സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. ദെൻ പണ്ഡിറ്റ് KP കുറുപ്പൻ ആര്യ സമാജം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ആ ഓർഗനൈസേഷൻ. ദെൻ മന്നത്ത് പത്മനാഭൻ്റെ ഓർഗനൈസേഷൻ ഏതായിരുന്നു? നായർ സർവീസ് സൊസൈറ്റി ആയിരുന്നു. പിന്നെയോ VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ.
അതുപോലെ കുമാരഗുരുദേവൻ ഏതായിരുന്നു നോക്കിക്കേ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ആരൊക്കെയായിരുന്നു സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളും. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജമാണ്. ചട്ടമ്പി സ്വാമികളോ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെയാണ് അദ്ദേഹം പോരാടിയത്. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രസ്ഥാനങ്ങൾ. അതുപോലെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. പിന്നെയോ അയ്യങ്കാളി സാധുജന പരിപാലന സംഘമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം. അതുപോലെ നോക്കിയേ, വൈക്കം അബ്ദുൾ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അതോടൊപ്പം വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം ആ ഓർഗനൈസേഷൻ സ്ഥാപിച്ചത് അദ്ദേഹമായിരുന്നു. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്, സഹോദര അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. ഓക്കെ, അരയന്മാർക്കുടെ ഓരോ എന്താ പറയുക, അവരുടെ കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത്. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി ഓർഗനൈസേഷൻ സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ദെൻ VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ആ ഒരു പ്രസ്ഥാനം. ഇനി നോക്കിക്കേ, ദ ഇവൻറ്റ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ സോഷ്യൽ ചേഞ്ച് ഇൻ കേരള ചന്നാർ റിവോൾട്ട്. അതായത് കേരളത്തിലെ ചന്നാർ കലാപത്തിലെ സാമൂഹ്യ മാറ്റത്തിന് കാരണമായ സംഭവങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കേരള ചന്നാർ റിവോൾട്ട് പറയുന്നത് എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. The Channar women of southern Travancore fought for the right to cover their upper body. അതായത് ചന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ എന്തിനു വേണ്ടി സമരം ചെയ്തത്, അവരുടെ മാറിടം മറയ്ക്കാനുള്ള ഒരു അവകാശം വേണമെന്ന്. അതായത് അക്കാലത്ത് താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾ മാറിടം മറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല, അതിനു വേണ്ടിയാണ് അവർ സമരം ചെയ്തത്. As a result, Uttram Tirunal Maharaja was forced to permit Channar women to wear jackets in 1859. ഈ സമരത്തെ തുടർന്ന് നമ്മുടെ തിരുവിതാംകൂറിലെ ഉത്രം തിരുനാൾ മഹാരാജാവ് അദ്ദേഹം ഒരു അനുവാദം കൊടുക്കുകയുണ്ടായി. അതായത് മാറിടം മറയ്ക്കാനുള്ളൊരു അവകാശം അവർക്ക് രാജാവ് കൊടുക്കുകയുണ്ടായി. അത് ഏത് ഇയർ ആയിരുന്നു? ഇൻ 1859. ഓക്കെ, ചന്നാർ ലഹള അല്ലെങ്കിൽ ചന്നാർ റിവോൾട്ടിലെ മെയിൻ എയിം എന്തായിരുന്നു, അത് പഠിക്കുക. അത് ഏത് വർഷമായിരുന്നു എന്നുള്ളതും കൂടി ഓർത്തു വയ്ക്കുക. നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരു ആൻഡ് കോൺസെക്രേഷൻ ഓഫ് ഐഡിയൽ ലോർഡ് ശിവ അറ്റ് അരുവിപുരം. അരുവിപുരത്ത് ശ്രീനാരായണ ഗുരു അരുവിപുരത്ത് ശിവപ്രതിഷ്ഠ വെച്ച സംഭവങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കി, ദ കോൺസെക്രേഷൻ ഓഫ് ഐഡൽസ് ഓഫ് ലോർഡ് ശിവ അറ്റ് അരുവിപുരം ബൈ ശ്രീനാരായണ ഗുരു ഏത് വർഷമായിരുന്നു? ഇൻ 1888. ഇയർ ഓർക്കാൻ എളുപ്പമാണ്, 1888. അരുവിപുരത്ത്, അതായത് ശിവന്റെ പ്രതിഷ്ഠ വെച്ചത് 1888. കോസ് ദ റൈസ് ഓഫ് ന്യൂ ഇൻസൈറ്റ് ഇൻ ദ സോഷ്യൽ സ്പിയർ. അതായത് സാമൂഹ്യ മണ്ഡലത്തിൽ ഒരു പുതിയ ഉൾക്കാഴ്ച ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു ഈ ഒരു അരുവിപുരത്ത് ശിവപ്രതിഷ്ഠ മൂലം. അതെന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. നോക്കി, consequently the lower caste people gained right to perform the pujas and temple rituals. അതായത് താഴ്ന്ന ജാതിയിലെ ആളുകൾക്ക് ക്ഷേത്രത്തിലെ പൂജാവിധികളൊക്കെ ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിച്ചു. അതിന് ഈ ഒരു പ്രതിഷ്ഠ വെച്ചതിന് ശേഷമാണ് അതിന് കൂടുതലൊരു അവകാശം ലഭിച്ചത്. അതുപോലെ തന്നെ ഇൻ ഫ്രണ്ട് ഓഫ് അരുവിപുരം ടെമ്പിൾ ശ്രീനാരായണ ഗുരു ഇൻസ്ക്രൈബ്ഡ്. അരുവിപുരം ടെമ്പിളിന് മുന്നിൽ ശ്രീനാരായണ ഗുരു എന്താ ആലേഖനം ചെയ്തതെന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് എ മോഡൽ പ്ലേസ് വെയർ പീപ്പിൾ ലീവ് വിത്തൗട്ട് കാസ്റ്റ് ഡിസ്പാരിറ്റി ഓർ റിലീജിയസ് അവേഷൻ ബട്ട് വിത്ത് ഫ്രറ്റേർണിറ്റി. അതായത് മതവ്യത്യാസമോ ജാതി വ്യത്യാസമോ മതവിദ്വേഷമോ ഇല്ലാതെ സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരു മാതൃകാ സ്ഥലമാണിതെന്ന് അദ്ദേഹം അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ത് മനോഹരമായിട്ടുള്ളൊരു കോട്ട്സ് അല്ലേ.
അതുപോലെ തന്നെ നോക്കിയേ, ഗുരു ഗേവ് ഇമ്പോർട്ടൻസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാർട്ടഡ് സ്കൂൾ ആൻഡ് ലൈബ്രറീസ് അലോങ് വിത്ത് ടെമ്പിൾസ്. ശ്രീനാരായണ ഗുരു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് വിദ്യാഭ്യാസത്തിനായിരുന്നു. അദ്ദേഹം പല ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ സ്കൂളുകളും ലൈബ്രറികളും സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ ഹി വിഷ്ഡ് ടു എൻലൈറ്റൻ ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് സ്ട്രെങ്തൻ ബൈ യൂണിയൻ. നോക്കിയേ, അദ്ദേഹം എന്താ പറഞ്ഞതെന്ന്? വിദ്യാഭ്യാസത്തിലൂടെ പ്രബുദ്ധരാകാനും യൂണിയനിലൂടെ ശക്തിപ്പെടാനുമാണ് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. അതുപോലെ കോളിംഗ് ഫോർ നോട്ട് ടു ആർഗ്യൂ ആൻഡ് വിൻ ബട്ട് ടു നോ ആൻഡ് ഇൻഫോം, ഹി കൺവെന്റ് ആൻ ഓൾ റിലീജിയൻ കോൺഫറൻസ് ഇൻ ആലുവ. ആലുവയിലെ റിലീജിയസ് കോൺഫറൻസിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, വാദിച്ച് ജയിക്കാനല്ല, അറിയാനും അറിയിക്കാനുമാണ് നമ്മൾ മറ്റുള്ളവർക്ക് ആഹ്വാനം ചെയ്യേണ്ടത്, അല്ലാണ്ട് വാദിച്ച് ജയിക്കുകയല്ല ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയുണ്ടായി. അടുത്തതായിട്ട് നമുക്ക് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാം. എന്നാൽ വൈക്കം സത്യാഗ്രഹം 1924 മേജർ സ്ട്രഗിൾ ദാറ്റ് took place in Kerala for claiming the right to travel. അതായത് ജനങ്ങൾക്ക് വൈക്കം അമ്പലത്തിൻ്റെ ചുറ്റുമായിട്ട് സഞ്ചരിക്കാനുള്ളൊരു അവകാശമില്ലായിരുന്നു, എസ്പെഷ്യലി താഴ്ന്ന ജാതികൾക്ക്. അപ്പോൾ അതിനൊരു എന്താ പറയുക, ആ അമ്പലത്തിന് ചുറ്റും നടക്കാൻ താഴ്ന്ന ജാതിക്കാർക്കൊരു അവകാശം ലഭിക്കുന്നതിന് വേണ്ടിയാണ് മെയിനായിട്ട് വൈക്കം സത്യാഗ്രഹം നടത്തിയത്. ഏതു വർഷമായിരുന്നു? 1924 ഈ സത്യാഗ്രഹം നേതൃത്വം കൊടുത്തത് TK മാധവനാണ്. നോക്കിയേ, അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സത്യാഗ്രഹത്തിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിക്കുകയുണ്ടായി. നോക്കിക്കേ, എക്സ്പ്രസിംഗ് സോൾട്ടറി വിത്ത് ദ സത്യാഗ്രഹ, മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ്ഡ് ദ സവർണ ജാഥ. ഇതിന് പൂർണ്ണമായിട്ട് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഒരു സവർണ ജാഥ അദ്ദേഹം നയിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഫോളോയിങ് ദി സ്ട്രഗിൾ, ലോവർ കാസ്റ്റ് സെക്യൂർഡ് പെർമിഷൻ ടു ട്രാവൽ ത്രൂ ദ റോഡ്സ് അറൗണ്ട് ദ വൈക്കം ടെമ്പിൾ. വൈക്കം ടെമ്പിളിന് ചുറ്റും സഞ്ചരിക്കാൻ ലോവർ കാസ്റ്റ്, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്ക് ഈ ഒരു സത്യാഗ്രഹത്തെ തുടർന്നാണ് അവർക്ക് ഒരു എന്താ പറയുക അവകാശം ലഭിച്ചത്. ഓക്കെ, സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, മന്നത്ത് പത്മനാഭൻ നായർ സൊസൈറ്റിയുടെ ലീഡറാണ്, മെയിൻ ലീഡറാണ് അല്ലേ. അദ്ദേഹവും ഈ ഒരു ഇതിന് വൈക്കം സത്യാഗ്രഹത്തിന് അതീവമായിട്ട് സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇവിടെ നിങ്ങൾക്ക് കാണാം മന്നത്ത് പത്മനാഭൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. അദ്ദേഹം സ്ഥാപിച്ച ഓർഗനൈസേഷൻ ഏതായിരുന്നു? നായർ സൊസൈറ്റി അല്ലേ. ഓർഗനൈസേഷൻ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. ഇനി നോക്കി, ഗുരുവായൂർ സത്യാഗ്രഹ ഇൻ ദ ഇയർ 1931. എന്തിനു വേണ്ടിയായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ? ദിസ് എഡ്യൂക്കേഷൻ വാസ് ലോഞ്ച് ഡിമാൻഡിങ് എൻട്രി ഫോർ ഓൾ കാസ്റ്റ്സ് ഓഫ് ഹിന്ദുസ് ഇൻ ടു ദ ഗുരുവായൂർ ടെമ്പിൾ. അതായത് ഗുരുവായൂർ ടെമ്പിളിൽ പണ്ട് കാലത്ത് എല്ലാ കാസ്റ്റിനും പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ കാസ്റ്റിനും ക്ഷേത്രത്തിൽ ഉള്ളിൽ പ്രവേശിക്കാം, അതിനുവേണ്ടിയുള്ള ഒരു സത്യാഗ്രഹമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. അത് ലീഡ് ചെയ്തത് K കേളപ്പനാണ് ഇൻ ദ ഇയർ 1931. ആ സത്യാഗ്രഹത്തെ തുടർന്ന് എല്ലാ ജാതിക്കാർക്കും ക്ഷേത്ര പ്രവേശനം കിട്ടിയിരുന്നു. അതുപോലെ നമുക്ക് അടുത്തതായിട്ട് നോക്കാം. നോക്കിയേ, K കേളപ്പൻ്റെ ഒരു പിക്ചറാണ്. ഗുരുവായൂർ സത്യാഗ്രഹ ലീഡ് ചെയ്തത് ആരാണ്? K കേളപ്പനാണ്. ഇയർ മറന്നുപോയത് ഇൻ ദ ഇയർ 1931. ഇനി അടുത്ത് നോക്കാം നമുക്ക്. നോക്കിയേ, AK ഗോപാലൻ. നമ്മൾ പറയാറുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തലമുതിർന്ന നേതാവാണ്, AKG എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. AK ഗോപാലൻ വാസ് ദ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ ഓഫ് ദി സ്ട്രഗിൾ. അതായത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പ്രധാനമായിട്ടുള്ളൊരു ലീഡറായിരുന്നു ആര്? AKG അല്ലെങ്കിൽ AK ഗോപാലൻ. P കൃഷ്ണപിള്ള വാസ് closely attacked during this സത്യാഗ്രഹ. P കൃഷ്ണപിള്ളയും ഇതിനെ സപ്പോർട്ട് ചെയ്ത ഒരു നേതാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു സത്യാഗ്രഹത്തിൽ അതിക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുകയുണ്ടായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതാണ് AKGയുടെ ഒരു പിക്ചറാണ്. AK ഗോപാലൻ. ഓക്കെ, AKG സെൻറ്റർ നമ്മൾ വളരെ ഫേമസ് ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ഇതാണ് AKG സെൻറ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ നോക്കിക്കേ, ദ ടെമ്പിൾ ആൻഡ്
proclamation was announced on 12th November 1936 in P. Krishnapillai, Travancore. അതായത് ക്ഷേത്രപ്രവേശന വിളംബരം എന്നാ പ്രഖ്യാപിച്ചത് 1936 നവംബർ 12 എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ളൊരു അവകാശം, അതായിരുന്നു ഇതിൻ്റെ മെയിൻ എയിം, അതായിരുന്നു. ഓക്കെ, ഡേറ്റ് മറന്നുപോയത് 1936 നവംബർ 12. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വർ ഇഷ്യൂഡ് ഇൻ മദ്രാസ് ആൻഡ് കൊച്ചി. All section of the society were offered the right to worship in temple. ഓക്കെ, മദ്രാസിലും കൊച്ചിയിലുമായിട്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരങ്ങൾ പുറപ്പെടുവിക്കുകയും സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ക്ഷേത്രങ്ങളിൽ ആരാധന നടത്താനുള്ള അവകാശമുണ്ടായിരുന്നു. അതാണ് മെയിൻ ഈ ഒരു പ്രൊക്ലമേഷൻ വഴി നമുക്ക് കിട്ടിയൊരു അവകാശം, അതായിരുന്നു. ഇനി നോക്കി, which are the struggles in Malabar were part of national struggle. അതായത് ദേശീയ സമരത്തിൻ്റെ ഭാഗമായ മലബാറിലെ സമരങ്ങൾ ഏതൊക്കെയായിരുന്നു, അത് ഏതൊക്കെ വർഷമായിരുന്നു നമുക്ക് നോക്കാം. നോക്കി, മലബാർ റിവോൾട്ട്, മലബാർ കലാപം എന്ന 1921. അതുപോലെ 1930 സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്, സോൾട്ട് സത്യാഗ്രഹം, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. സോൾട്ട് സത്യാഗ്രഹ അല്ലേ, ഉപ്പിന് ടാക്സ് അടയ്ക്കുന്നതിന് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയൊരു ഇതായിരുന്നു, സത്യാഗ്രഹമായിരുന്നു അത് 1930. അതുപോലെ കായൂർ, മൊറാഴ, കരിവെല്ലൂർ റിവോൾട്ട്, പിന്നെയോ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇൻ 1942. ഇതൊക്കെയായിരുന്നു ദേശീയ സമരത്തിൻ്റെ ഭാഗമായി മലബാറിലെ സമരങ്ങൾ. ഓർത്തോളണം, ദ സ്ട്രഗിൾസ് ഇൻ മലബാർ വർ പാർട്ട് ഓഫ് നാഷണൽ സ്ട്രഗിൾസ്. ഇതെല്ലാം മലബാറിൽ നടന്ന കലാപങ്ങളാണ്. അത് ഏത് വർഷം എന്തൊക്കെയായിരുന്നു എന്ന് ഓർത്തിരുന്ന് പഠിക്കുക. ഇനി മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് നോക്കി, എവിടെയാണ്? ഫസ്റ്റ് കോൺഗ്രസ് ഓഫ് മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് ചെയർഡ് ബൈ ആനി ബസന്റ് വാസ് ഹെൽഡ് അറ്റ് പാലക്കാട് ഇൻ 1916. ഫസ്റ്റ് മലബാർ കോൺഫറൻസ് കൂടിയത് എവിടെ വെച്ചായിരുന്നു? പാലക്കാട് ആയിരുന്നു ഇൻ ദ ഇയർ 1916. ആരുടെ ലീഡർഷിപ്പിലാ? യെസ്, ആനി ബസന്റ് ആയിരുന്നു മെയിൻ ലീഡർ ആയിരുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് നോക്കാം മലബാർ കോൺഗ്രസിലെ മെയിൻ ലീഡേഴ്സ് ആരൊക്കെയാന്ന് നോക്കിക്കേ. KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ദെൻ K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ were at the helm of the Congress in Malabar during this period. മെയിൻ ലീഡേഴ്സ് ഇവരൊക്കെയായിരുന്നു. ലീഡേഴ്സിൻ്റെ പേരും മറക്കാതെ തന്നെ പഠിക്കണം. ഓക്കെ, ദ ലാസ്റ്റ് മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസ് ഹെൽഡ് അറ്റ് മഞ്ചേരി ഇൻ 1920. ലാസ്റ്റ് കോൺഫറൻസ് നടന്നത് എവിടെ വെച്ചാൽ? മഞ്ചേരിയിൽ വെച്ചായിരുന്നു ഇൻ ദ ഇയർ 1920. അവിടെ എന്തൊക്കെയാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തതെന്ന് നോക്കിയേ. ഡിസ്കസ് സെവറൽ ഇഷ്യൂസ് ലൈക്ക് പൊളിറ്റിക്കൽ റിഫോംസ്, പ്രോബ്ലംസ് ഓഫ് ഫിനാൻസ്, ദ ഖിലാഫത്ത് ആൻഡ് സോൺ. മെയിനായിട്ട് എന്തൊക്കെയായിരുന്നു? രാഷ്ട്രീയ സമ്മേളനങ്ങൾ, അതുപോലെ കുടിയാന്മാരുടെ പ്രശ്നങ്ങൾ, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതല്ലേ. കുടിയാന്മാർക്ക് ഭൂമിയൊന്നും പതിച്ച് നൽകിയിരുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഖിലാഫത്ത് മൂവ്മെൻറ്റ്, ഇവയായിരുന്നു ആ ഒരു സമ്മേളനത്തിൻ്റെ പ്രധാനമായിട്ടും അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ഈ വിഷയങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ നോക്കി, ഖിലാഫത്ത് മൂവ്മെൻറ്റ്, ഖിലാഫത്ത് കമ്മിറ്റി വാസ് ഫോംഡ് വിത്ത് കട്യാശ്ശേരി മുഹമ്മദ് മൗലവി ആൻഡ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആസ് ദ പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി റെസ്പെക്റ്റീവ്ലി. നോക്കിക്കേ, കേരളത്തിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? അതെ, കട്യാശ്ശേരി മുഹമ്മദ് മൗലവി ആയിരുന്നു. അതുവേണം. സെക്രട്ടറി ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ ആയിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. നമുക്കറിയാം, മുസ്ലിങ്ങൾക്കെതിരെ ബ്രിട്ടീഷുകാർ എടുത്ത കുറേ തീരുമാനങ്ങൾക്കെതിരെ നടത്തിയ ഒരു പ്രതിഷേധമായിരുന്നു അല്ലേ ഖിലാഫത്ത് മൂവ്മെൻറ്റ്. ആൻഡ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് ബിക്കെയിം സ്ട്രോങ് ഇൻ മലബാർ. മലബാറിൽ ഖിലാഫത്ത് പ്രസ്ഥാനം വളരെയധികം എന്താ പറയുക, ശക്തമായിട്ട് നിലകൊണ്ടിരുന്നു ആ കാലഘട്ടത്ത്. അതുപോലെ മലബാർ റിബല്യൻ ഇൻ 19. മലബാർ കലാപം ഉണ്ടായത് ഏത് വർഷമാണെന്ന് നോക്കിക്കേ, 1921. മാപ്പിള ലഹളയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. The Mapla peasants of Malabar fought against British in Ernat, Valluvanad,
and Ponnani Taluk. These struggles in generally known as Malabar Rebellion. ഇതിനെയാണ് മലബാർ. നോക്കിക്കേ, മലബാറിലെ മാപ്പിള കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഒരു കലാപമായിരുന്നു മലബാർ റിബല്യൻ. എവിടെയൊക്കെയായിരുന്നു? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് മെയിനായിട്ട് ഈ പോരാട്ടങ്ങൾ ഉണ്ടായത്. ഈ സമരങ്ങൾ പൊതുവെ മലബാർ കലാപം എന്നറിയപ്പെട്ടു. ഈ മലബാർ കലാപം ഉണ്ടായ വർഷം ഏതാന്ന് നോക്കിക്കേ, ഇൻ ദ ഇയർ 1921 നോക്കി. അടുത്ത കലാപം എന്തായിരുന്നു നോക്കുക? സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ സോൾട്ട് സത്യാഗ്രഹ. അതായത് ബ്രിട്ടീഷുകാർ നമുക്ക് ഉപ്പ്, സാധാരണ ഉപ്പ് എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ, നമുക്ക് അതിന് വളരെയധികം ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു, വളരെ വലിയ ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു. അതിനുവേണ്ടി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഇത് സോൾട്ട് സത്യാഗ്രഹ. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട്. ഇത് ഏത് വർഷമായിരുന്നു? 1930 നോക്കിയേ. ഇൻ 1913 സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഗെയിൻഡ് മൊമെന്റം ഇൻ മലബാർ. നോക്കിയേ, മലബാറിൽ നിസ്സഹകരണ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ഏത് വർഷമായിരുന്നു? ഇൻ ദ ഇയർ 1930 അതുപോലെ the people broke the salt law by making salt under the leadership of K. Kelappan, Muhammad Abdurrahman at Payyanur and Kozhikode respectively. അതായത് ചില ലീഡേഴ്സ്, ഏതൊക്കെ ലീഡേഴ്സിൻ്റെ? കേളപ്പൻ, അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ ലീഡർഷിപ്പിൽ ആളുകൾ സ്വന്തമായിട്ട് ഉപ്പുണ്ടാക്കാനായിട്ട് തുടങ്ങി. അതായത് ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന ഉപ്പിന് അവർ വളരെയധികം ടാക്സ് ഈടാക്കിയായിരുന്നു. അതിനെതിരെ പ്രതിഷേധമായിട്ട് അവർ ഈ ലീഡേഴ്സിൻ്റെ അണ്ടറിൽ സ്വന്തമായിട്ട് ഉപ്പുണ്ടാക്കാൻ പരിശീലിപ്പിക്കുകയും ജനങ്ങൾ അങ്ങനെ കൂടുതലായിട്ട് ഉപ്പുണ്ടാക്കുകയും ചെയ്തു. അവരവരുടെ ആവശ്യത്തിന് അത് ഉപയോഗിക്കാനായിട്ട് അങ്ങനെ ചെയ്യുകയുണ്ടായി. അതുപോലെ the boycott of foreign goods and picketing liquor shops and popularizing khadi were also the part of civil disobedience movement. പിന്നെ എന്തൊക്കെയായിരുന്നു? വിദേശ വസ്തുക്കൾ അവർ വർജിച്ചു. അതായത് കൂടുതലും ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ജനങ്ങൾ വാങ്ങി ഉപയോഗിക്കണമെന്ന് ശഠിച്ചിരുന്നു. അങ്ങനെയുള്ള വസ്തുക്കൾ പൂർണ്ണമായിട്ടും വർജിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മദ്യവിൽപ്പനശാലകൾ പിക്കറ്റ് ചെയ്യുകയുണ്ടായി. ഖാദിയെ ജനകീയമാക്കുക. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കൂടുതലായിട്ട് ബ്രിട്ടീഷ് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ക്ലോത്ത്സൊക്കെയാണ് ഇവിടെ ജനങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതിലുപരിയായിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഖാദി വസ്ത്രങ്ങളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് തുടങ്ങി. ഇവയൊക്കെയാണ് മെയിനായിട്ടും നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ. അതുപോലെ നോക്കിയേ, 1939 the Congress Socialist Party was reorganized as Communist Party of India. ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പിന്നീട് എന്താക്കി മാറ്റി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പരിവർത്തനം ചെയ്തു. ഏത് വർഷമാണ്? 1939. ആരൊക്കെയായിരുന്നു മെയിൻ ലീഡേഴ്സ് നോക്കി? EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ and P. കൃഷ്ണപിള്ളൈ were the prominent leaders of കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവരൊക്കെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മികച്ച അന്നത്തെ ഏറ്റവും പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ ഇവരൊക്കെയായിരുന്നു. അതുപോലെ they organized peasants and workers to fight against the Janmi system and the British imperialism. ഇവർ എന്തിനൊക്കെ ആളുകളെ സംഘടിപ്പിച്ച ഈ ലീഡേഴ്സ് എന്തിനെതിരായിട്ടാണ് ആളുകളെ സംഘടിപ്പിച്ചത്? ജന്മി വ്യവസ്ഥയും അതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് ആളുകളെ സംഘടിപ്പിക്കുകയുണ്ടായി. നോക്കാം, മൊറാഴ സമരം നമ്മളിപ്പോൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോയതാണ്. നോക്കി, ഏത് വർഷമായിരുന്നു? 1940. 1940 കണ്ണൂർ ജില്ലയിലാണ് മൊറാഴ. ഈ ഒരു പ്ലേസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ്. ഇതിൻ്റെ മെയിൻ കാരണം എന്തായിരുന്നു? രണ്ടാം ലോക യുദ്ധത്തിന് ബ്രിട്ടീഷുകാരുടെ മർദ്ദനമുറകൾക്കും എതിരെയായിട്ടാണ് മൊറാഴ സമരം നടത്തിയത്. അതുകൊണ്ട് നെക്സ്റ്റ് നോക്കിക്കേ, കരിവള്ളൂർ സമരം. എന്നാണ് കരിവള്ളൂർ സമരം നടന്നത്? 1946. കരിവള്ളൂരും എവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ്. അത് മെയിനായിട്ട് എന്തിനു വേണ്ടി ഈ സമരം നടന്നതെന്ന് നോക്കിക്കേ, പ്രഭുക്കന്മാരുടെ പൂഴ്ത്തിവെപ്പിനെതിരെയാണ് ഈ സമരം നടന്നത്. സമര നായിക ആരായിരുന്നു? ദേവയാനിയായിരുന്നു ഈ ഒരു സമരം ലീഡ് ചെയ്തത്. അതുപോലെ അടുത്ത് നോക്കിക്കേ, കയ്യൂർ സമരം.
നടന്ന വർഷം 1941-ലാണ്. ജന്മിത്വത്തിനെതിരെയാണ് മെയിനായിട്ട് സമരം നടത്തിയത്. സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് സുബരായൻ എന്ന പോലീസുകാരൻ പുഴയിൽ ചാടി മരിച്ചതോടെ ബ്രിട്ടീഷുകാർ സമരത്തെ വളരെ രൂക്ഷമായിട്ട് നേരിടുകയുണ്ടായി. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇൻ മലബാർ. മലബാറിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നമുക്കറിയാം അല്ലേ. ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടു പോവുക, ബ്രിട്ടീഷുകാർക്ക് എതിരുള്ളൊരു പ്രതിഷേധമായിരുന്നു, സമരമായിരുന്നു. ഇൻ ദ ഇയർ 1942, 1942. ഇതിൻ്റെ ശേഷം ഉണ്ടായ വളരെ രൂക്ഷമായ നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുകയുണ്ടായി. എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊട്ടസ്റ്റ് റിലേറ്റിംഗ് ടു ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇൻ മലബാർ witnessed destruction of government building, bridges, telephone lines, etc. എന്തൊക്കെയാ? നമ്മുടെ സർക്കാർ കെട്ടിടങ്ങൾ, അതുപോലെ പാലങ്ങൾ, ടെലിഫോൺ എല്ലാം സർവ്വതും നാശനഷ്ടമായ ആ ഒരു മൂവ്മെൻറ്റിൽ. അതുപോലെ നോക്കിക്കേ, കിഴരിയൂർ ബോംബ് കേസ് വാസ് വൺ ഓഫ് ദ മേജർ ഇൻസിഡൻറ്റ് ഡ്യൂറിങ് ദിസ് ടൈം. ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ടൈമിലുണ്ടായ ഒരു ബോംബ് ഇൻസിഡൻ്റ് ആണ്, അതായത് ബോംബാക്രമണമാണ് കിഴരിയൂർ ബോംബാക്രമണം. In this incident, a police case was charged against 27 persons. 27 ആളുകൾക്കെതിരെ പോലീസ് കേസ് എടുക്കുകയും ഇൻക്ലൂഡിങ് നമ്മുടെ മെയിൻ ലീഡറായ KB മേനോൻ ഉണ്ടായിരുന്നു. അതുപോലെ നോക്കിക്കേ, കുഞ്ഞിരാമ കിടാവ് അക്യൂസിങ് ദം ഓഫ് കോൺസ്പയറിംഗ് ടു ഡിസ്ട്രോയ് ദ ഫെറോക്ക് ബ്രിഡ്ജ്. അതായത് ഫെറോക്ക് പാലം തകർക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ചാണ് ഈ രണ്ട് ലീഡേഴ്സിനെ മെയിനായിട്ട് അറസ്റ്റ് ചെയ്യേണ്ടായത്, KB മേനോനെയും കുഞ്ഞിരാമ കിടാവിനെയും. ഇനി നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ സ്ട്രഗിൾസ് ഓഫ് ട്രാവൺകൂർ ആസ് പാർട്ട് ഓഫ് നാഷണൽ സ്ട്രഗിൾ. ദേശീയ സമരത്തിൻ്റെ ഭാഗമായി തിരുവിതാംകൂർ നടത്തിയ സമരങ്ങൾ എന്തൊക്കെയായിരുന്നു? തിരുവിതാംകൂറിൽ നടത്തിയ സമരങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന്. ഒന്ന്, മലയാളി മെമ്മോറിയൽ ഇൻ ദ ഇയർ 1891 ഈരവ മെമ്മോറിയൽ ഇൻ ദ ഇയർ 1896. അടുത്തതോ നിവർത്തന പ്രക്ഷോഭം ഏത് വർഷമായിരുന്നു? 1932. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ തിരുവിതാംകൂറിൽ നടന്ന സമരങ്ങളായിരുന്നു ഇവ മൂന്നും. ഏതൊക്കെയായിരുന്നു? മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, പിന്നെ നിവർത്തന പ്രക്ഷോഭം. ഇയർ മറന്നു പോവാതെ പഠിക്കണം. അടുത്തായിട്ട് നമുക്ക് മലയാളി മെമ്മോറിയൽ എന്താണെന്ന് നോക്കാം. ഇൻ 1891 മലയാളി മെമ്മോറിയൽ നടന്നത്. നോക്കിയേ, ഇൻ ട്രാവൺകൂർ പൊളിറ്റിക്കൽ എജിറ്റേഷൻ സ്റ്റാർട്ടഡ് ഇൻ 1891. അതായത് രാഷ്ട്രീയപരമായ പ്രക്ഷോഭങ്ങൾ തുടങ്ങിയത് 1891 ട്രാവൺകൂറിൽ വിത്ത് മലയാളി മെമ്മോറിയലിനോടൊപ്പം. എന്താണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്? അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബാരിസ്റ്റർ JP പിള്ളൈ എ മെമ്മോറാൻഡം വാസ് സബ്മിറ്റഡ് ടു ദ കിങ്. അതായത് JP പിള്ളയുടെ നേതൃത്വത്തിൽ ഒരു മെമ്മോറാൻഡം അവിടുത്തെ രാജാവിന് സബ്മിറ്റ് ചെയ്യേണ്ടായി. ആ മെമ്മോറാൻഡത്തിൽ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം നമുക്ക്. സൈൻഡ് ബൈ മോർ ദാൻ 10,000 പീപ്പിൾ സീക്കിംഗ് പ്രൊപ്പോർഷനേറ്റ് റെപ്രസെൻറ്റേഷൻ ഫോർ ദ പീപ്പിൾ ഓഫ് ട്രാവൺകൂർ ഇൻ ഗവൺമെൻറ് ജോബ്സ്. അതായത് 10,000-ൽ കൂടുതൽ ആളുകൾ സൈൻ ചെയ്ത ഒരു മെമ്മോറാൻഡം ആയിരുന്നു. എന്തിനു വേണ്ടിയാ? തിരുവിതാംകൂറിൽ ജനങ്ങൾക്ക് ഗവൺമെൻറ്, അതായത് അവിടുത്തെ ജനങ്ങളുടെ അനുപാതികമായിട്ട് തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് ഗവൺമെൻറ് ജോലി വേണമെന്ന് ഡിമാൻഡ് ചെയ്തിട്ടുള്ളൊരു മെമ്മോറാൻഡമായിരുന്നു. ഈ മെമ്മോറാൻഡത്തെയാണ് നമ്മൾ എന്ത് പറയുക? ദിസ് മാസ് റെപ്രസെൻറ്റേഷൻ ഈസ് നോൺ ആസ് മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞത്. നമുക്കൊന്നോടെ നോക്കാം. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത് എന്നാ? 1891 മലയാളി മെമ്മോറിയലിനോടൊപ്പം. ബാരിസ്റ്റർ ആരായിരുന്നു ലീഡർ മലയാളി മെമ്മോറിയലിൻ്റെ? JP പിള്ളയായിരുന്നു. സർക്കാർ ജോലികളിൽ മെയിൻ എയിം എന്തായിരുന്നു നോക്കിക്കേ? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് അനുപാതിക പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് 10,000-ലധികം ആളുകൾ ഒപ്പിട്ട ഒരു മെമ്മോറാൻഡം രാജാവിന് സമർപ്പിക്കുകയുണ്ടായി. ഈ ബഹുജന പ്രാതിനിധ്യം മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെട്ടത്. നെക്സ്റ്റ്, തിരുവിതാംകൂറിൽ നടന്ന അടുത്ത പ്രക്ഷോഭം ഏതായിരുന്നു? ഈഴവ മെമ്മോറിയൽ ആയിരുന്നു. ഇൻ ദ ഇയർ 1896. നോക്കിയേ, ഇൻ 1896 Dr. Palpu submitted a memorial to the king raising the problem faced by the ഈഴവ കമ്മ്യൂണിറ്റി. അതായത്
ഈഴവ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവിടുത്തെ കിങ്ങിന് നമ്മുടെ ഡോക്ടർ പൽപു ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. ദിസ് ഈസ് നോൺ ആസ് കേശവന്റെ പ്രകാശനങ്ങൾ, ദ ഈഴവ മെമ്മോറിയൽ. ഇതിന് പറയുന്നതാണ് കേശവന്റെ പ്രകാശനങ്ങൾ എന്ന്. ഏത് വർഷമായിരുന്നു? 1896 അപ്പോൾ ഒന്നുകൂടി നോക്കിക്കേ, 1896 ഡോക്ടർ പൽപു ഈഴവ അതായത് മെമ്മോറിയൽ ലീഡർഷിപ്പ് കൊടുത്തത് ആരാണ്? ഡോക്ടർ പൽപു ആയിരുന്നു. ഈഴവ സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ ഉന്നയിച്ച് രാജാവിന് ഒരു സ്മാരകം സമർപ്പിച്ചു. കേശവന്റെ പ്രസംഗങ്ങൾ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്, അഥവാ ഈഴവ സ്മാരകം എന്ന്. അടുത്ത് നോക്കി, ദ ഡിപ്പോർട്ടേഷൻ ഓഫ് രാമകൃഷ്ണ പിള്ളൈ, ദ എഡിറ്റർ സ്വദേശാഭിമാനി, എ ന്യൂസ് പേപ്പർ ഫോർ ക്രിട്ടിസൈസിംഗ് ടു ദെൻ ദിവാൻ ഓഫ് ട്രാവൺകൂർ കോസ്ഡ് സിഗ്നിഫിക്കൻറ്റ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ത്രൂ ഇൻ കേരള. അതായത് അന്നത്തെ തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിൻ്റെ പേരിൽ എന്താ ഉണ്ടായത്? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപനായിരുന്ന രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയുണ്ടായി. കേരളത്തിൽ നിർണായകമായ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് ഇവ കാരണമായി. അതുപോലെ നോക്കിയാൽ അടുത്തത് നമുക്ക് നോക്കാം, നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ നടന്ന അടുത്തൊരു സമരമായിരുന്നു നിവർത്തന പ്രക്ഷോഭം. ഏത് വർഷമായിരുന്നു നോക്കിയേ? 1932 എന്താണ് ഇതിൻ്റെ മെയിൻ എയിം എന്തായിരുന്നു നോക്കാം നമുക്ക്. In 1932, Christian, Muslim and Irava communities launched agitation seeking reservation in government jobs in proportion to their population. അതായത് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായങ്ങൾ അവരുടെ പോപ്പുലേഷന് അനുപാതികമായിട്ട് തങ്ങൾക്കും റിസർവേഷൻ വേണമെന്ന്, ഗവൺമെൻറ് ജോലിക്ക് റിസർവേഷൻ വേണമെന്ന് ഡിമാൻഡ് ചെയ്തിട്ടുള്ളൊരു സമരമായിരുന്നു ഏത്? നിവർത്തന പ്രക്ഷോഭം. ദിസ് വാസ് നോൺ ആസ് നിവർത്തന പ്രക്ഷോഭം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ദിസ് വാസ് ലീഡ് ബൈ NV ജോസഫ്. ഈ നിവർത്തന പ്രക്ഷോഭം ലീഡർഷിപ്പ് കൊടുത്ത ആരൊക്കെയായിരുന്നു? NV ജോസഫ്, പട്ടം താണുപിള്ളൈ, ദെൻ PK കുഞ്ഞ് ആൻഡ് C കേശവൻ. ഓക്കെ, ഇവരൊക്കെയായിരുന്നു മെയിനായിട്ട് ലീഡർഷിപ്പ് കൊടുത്തിരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം പുന്നപ്ര വയലാർ പ്രൊട്ടസ്റ്റ്. പുന്നപ്ര വയലാർ പ്രതിഷേധം. In 1938, with the formation of Travancore State Congress with Pattam Thanu Pillai as the president. അതായത് ട്രാവൺകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഫോർമേഷനോട് കൂടിയാണ് പുന്നപ്ര വയലാർ പ്രൊട്ടസ്റ്റിന് തുടക്കമായത്. ആരായിരുന്നു മെയിൻ പ്രസിഡന്റ്? പട്ടം താണുപിള്ളയാണ്. അതുകൊണ്ട് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഇൻ ട്രാവൺകൂർ ഗെയിൻഡ് മൂവ്മെൻറ്റ്. അതായത് ഈ ഒരു സമ്മേളനത്തോടു കൂടിയാണ് അവിടുത്തെ പൊളിറ്റിക്കൽ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയത്. ഈ ഒരു സമ്മേളനത്തെ തുടർന്നാണ്. അതുപോലെ പുന്നപ്ര വയലാർ പ്രൊട്ടസ്റ്റ് ഇൻ 1946 അഗെയിൻസ്റ്റ് ദ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് ദിവാൻ സർ CP രാമസ്വാമി അയ്യർ. മെയിനായിട്ട് നമ്മുടെ തിരുവിതാംകൂർ ഭരണപരിഷ്കാരിയായ സർ CP രാമസ്വാമി അയ്യർക്ക് എതിരായിട്ടാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. ലീഡ് ദ എൻട്രി ഓഫ് വർക്കിംഗ് ക്ലാസ് ഇൻ ടു ദ പൊളിറ്റിക്കൽ ഏരിയ. അതായത് ഈ ഒരു പ്രതിഷേധം തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തിലേക്കുള്ള ഒരു കടന്നുവരവിന് കാരണമാകുകയും ചെയ്തു. അപ്പോൾ ഓർക്കുക, പുന്നപ്ര വയലാർ പ്രൊട്ടസ്റ്റ് മെയിനായിട്ട് എന്താ? ആരുടെ ഭരണപരിഷ്കാരങ്ങൾക്ക് എതിരായിട്ടായിരുന്നു? സർ CP രാമസ്വാമി അയ്യർ ദിവാന് എതിരായിട്ടായിരുന്നു പുന്നപ്ര വയലാർ. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരത്തിന് എതിരായിട്ടാണ് പുന്നപ്ര വയലാർ സമരം പ്രക്ഷോഭം നടന്നത്. ഇനി നമുക്ക് നോക്കാം നാഷണൽ എഡ്യൂക്കേഷൻ ഇൻ കൊച്ചിയിൽ നടന്ന ദേശീയ പ്രക്ഷോഭം. മെയിനായിട്ടൊരു ഇലക്ട്രിസിറ്റി എഡ്യൂക്കേഷനാണ് നടന്നത്. കൊച്ചി വൈദ്യുത സമരം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള കൊച്ചി വൈദ്യുതി നിലയം അത് പ്രൈവറ്റ് സെക്ടറിലേക്ക് മാറ്റാൻ തുടങ്ങിയപ്പോൾ നടന്നൊരു സമരമാണ്. ഇത് നടന്നത് നോക്കിക്കേ, 1936. ദ സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ കൊച്ചി began with the electricity agitation of 1936. ഇലക്ട്രിസിറ്റി വൈദ്യുതി സമരം നടന്ന വർഷം ഏതായിരുന്നു? 1936. മെയിനായിട്ടും 1936 വൈദ്യുതി സമരത്തോടെയാണ് ഉത്തരവാദപ്പെട്ട സർക്കാരിനായിട്ടുള്ള കൊച്ചിയിലെ ഒരു സമരം ആരംഭിച്ചത്. ഇതിനെ തുടർന്നായിരുന്നു. എന്താ കാരണം? The agitation was against the decision of ദിവാൻ
Shetty to hand over the charge of electricity supply in Kochi to private company. അതായത് ഇലക്ട്രിസിറ്റി സെക്ഷൻ പ്രൈവറ്റ് കമ്പനിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനെതിരായിട്ടായിരുന്നു ഈ ഒരു പ്രക്ഷോഭം നടത്തിയത്. നോക്കിക്കേ, കൊച്ചിയിലെ വൈദ്യുതി വിതരണത്തിന്റെ ചുമതല സ്വകാര്യ കമ്പനിക്ക് കൈമാറാനുള്ള ദിവാൻ ഷൺമുഖം ചെട്ടിയുടെ തീരുമാനത്തിനെതിരെയായിരുന്നു ഈ ഒരു ഇലക്ട്രിസിറ്റി എഡ്യൂക്കേഷൻ നടന്നത്. ദ ഫോർമേഷൻ ഓഫ് എ കൊച്ചിൻ രാജ്യപ്രജാ മണ്ഡലം അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് എസ് നീലകണ്ഠ അയ്യർ and V.R. Krishnan എഴുത്തച്ഛൻ in 1941 strengthened the movement. അതായത് കൊച്ചിൻ രാജ്യപ്രജാമണ്ഡലം രൂപീകരിച്ചത് ആരൊക്കെ കൂടിയായിരുന്നു? നീലകണ്ഠ അയ്യരും V.R. കൃഷ്ണൻ എഴുത്തച്ഛനുമായിരുന്നു. എന്നായിരുന്നു ഫോം ചെയ്തത്? ഇൻ ദ ഇയർ 1941. അതുകൂടാതെ നമുക്ക് കുറച്ച് സപ്പോർട്ടിംഗ് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ and K. Ayyappan were among the leaders of കൊച്ചിൻ രാജ്യപ്രജ മണ്ഡലം. ഇവരും ഇതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ലീഡേഴ്സ് ആയിരുന്നു. അതുപോലെ നോക്കിയേ, ലിസ്റ്റ് ഓഫ് നാഷണൽ സ്ട്രഗിൾസ് ലീഡഡ് ബൈ വുമൺ ഇൻ കേരള. കേരളത്തിലെ സ്ത്രീകൾ നയിച്ച ദേശീയ സമരങ്ങൾ ഏതൊക്കെയായിരുന്നു നോക്കാം. ബോയ്ക്കോട്ടിംഗ് ഫോറിൻ ഗുഡ്സ്, അതായത് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. അതുപോലെ പിക്കറ്റിംഗ് ലിക്വർ ഷോപ്സ്, അതായത് മദ്യശാലകൾ പിക്കറ്റ് ചെയ്യുക. ദെൻ ഇറാഡിക്കേറ്റിംഗ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിർമാർജനം. പോപ്പുലറൈസിങ് ഖാദി, അതായത് ഖാദിയെ ജനപ്രിയമാക്കുന്നു. ആ ലീഡേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, AV കുട്ടിമാളു അമ്മ ലീഡ് ദ നാഷണൽ സ്ട്രഗിൾ ഇൻ മലബാർ ഏരിയയിൽ സമരം നയിച്ച ആളായിരുന്നു ആര്? AV കുട്ടിമാളു അമ്മ. ഇനി അടുത്ത് നോക്കിക്കേ, അക്കമ്മ ചെറിയൻ ആൻഡ് ആനി മിസ്ക്രീൻ ലീഡ് നാഷണൽ സ്ട്രഗിൾ ഇൻ ട്രാവൺകൂർ. തിരുവിതാംകൂറിൽ സമരം നയിച്ച രണ്ട് ലീഡേഴ്സും ഇവരായിരുന്നു. അടുത്തായി നമുക്ക് നോക്കാം, ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ് ലീഡിങ് അപ് ടു ദ യുണൈറ്റഡ് കേരള. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഐക്യ കേരളത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കാൻ. നോക്കി, ഫസ്റ്റ് കേരള സ്റ്റേറ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് വാസ് ഹെൽഡ് അറ്റ് ഒറ്റപ്പാലം ഫ്രം 23 to 26 April 1921. ആദ്യത്തെ കേരള സ്റ്റേറ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് നടന്നത് എവിടെ വെച്ചാണ്? ഒറ്റപ്പാലത്ത് വെച്ചാണ്. എന്നതും 23 to 26, 1921 ഏപ്രിൽ 23 to 26 വരെയാണ് ഈ ഒരു സമ്മേളനം നടന്നത്. ബാരിസ്റ്റർ ടി പ്രകാശം നോൺ ആസ് ആന്ധ്ര കേസരി പ്രസീഡഡ് ഓവർ ദ കോൺഫറൻസ്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു നോക്കിക്കേ? ബാരിസ്റ്റർ ടി പ്രകാശം ആയിരുന്നു. ലേറ്റർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് യുണൈറ്റിംഗ് ട്രാവൺകൂർ, കൊച്ചി ആൻഡ് മലബാർ റീജിയൻ. ഈ 3 റീജിയനെയും ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊക്കെയായിരുന്നു? ട്രാവൺകൂർ, കൊച്ചി, മലബാർ, ഈ 3 റീജിയനെയും ഒരുമിച്ച് ഏത് നിലവിൽ വന്നു? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വരികയുണ്ടായി. അതുപോലെ പയ്യന്നൂർ കോൺഗ്രസ് കോൺഫറൻസ് ചെയർഡ് ബൈ ജവഹർലാൽ നെഹ്റു കൺസീഡ് എ റെസൊല്യൂഷൻ ഡിമാൻഡിംഗ് ദ റീഓർഗനൈസേഷൻ ഓഫ് കേരള ആസ് ഡിസ്റ്റിങ്ക്റ്റീവ് സ്റ്റേറ്റ് ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ്. അതുപോലെ പയ്യന്നൂർ സമ്മേളനത്തിൽ, അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള പയ്യന്നൂർ സമ്മേളനത്തിൽ വെച്ച് കേരളം ഒരു ഒറ്റ സ്റ്റേറ്റ് ആയിട്ട് മാറ്റണമെന്നുള്ളൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതുപോലെ യുണൈറ്റഡ് കേരള റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ബോത്ത് ഇൻ ദ യുണൈറ്റഡ് കേരള കൺവെൻഷൻ ഹെൽഡ് അറ്റ് തൃശൂർ അണ്ടർ K. കേളപ്പൻ ഇൻ 1947 ആൻഡ് ഇൻ ദ യുണൈറ്റഡ് കേരള കോൺഫറൻസ് ഹെൽഡ് അറ്റ് ആലുവ ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ്. അതായത് 1947 കേളപ്പൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിലും സ്വാതന്ത്ര്യാനന്തരം ആലുവയിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഈ പ്രമേയം ഐക്യ കേരള പ്രമേയം പാസ്സാക്കി. അതായത് ഒറ്റ കേരളം എന്നുള്ളൊരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി. അതുപോലെ കോൺസിക്വൻ്റ്ലി ദ സ്റ്റേറ്റ് ഓഫ് തിരുക്കൊച്ചി വാസ് ഫോംഡ് ഓൺ 1st July 1949 ബൈ ജോയിനിങ് ട്രാവൺകൂർ ആൻഡ് കൊച്ചി. അതിൻ്റെ തൽഫലമായിട്ട് തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു.
അപ്പോൾ മലബാർ അവിടെ കിടക്കുകയാണ്. ഇവിടെ തിരുക്കൊച്ചി വരെ ആയിട്ടുള്ള ഒരു രൂപീകരണം ഏത് വർഷമായിരുന്നു? 1949. EMS നമ്പൂതിരിപ്പാട് ഇൻ ഹിസ് ബുക്ക് എന്താ എഴുതിയേക്കുന്നതെന്ന് നോക്കിക്കേ. 1.25 കോടി മലയാളികൾ പ്ലേസ്ഡ് ദ ഐഡിയ ദാറ്റ് കേരള സ്റ്റേറ്റ് വാസ് ടു ബി ഫോംഡ് കമ്പൈനിങ് ദ മലയാളം സ്പീക്കിംഗ് റീജിയൻ. അതായത് EMS നമ്പൂതിരിപ്പാട് ഒരു ആശയം മുന്നോട്ട് വെച്ചത് എന്താണ്? കേരളം, മലയാളം മാത്രം സംസാരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം ഫോം ചെയ്യണമെന്ന് അദ്ദേഹം ആ ഒരു ആശയം പ്രതിപാദിച്ചിരുന്നു. അതുപോലെ തന്നെ the central government set up the State Reorganization Commission as the protest demanding linguistic based states were on the high. Okay, എന്താണ്? ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെക്കുകയുണ്ടായി. നോക്കിയേ, ദ സ്റ്റേറ്റ് കേരള കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 1st November 1956, യൂണിഫൈയിങ് മലബാർ, കൊച്ചി ആൻഡ് തിരുവിതാംകൂർ ആസ് പെർ റെക്കമെൻഡേഷൻ ഓഫ് ദ കമ്മീഷൻ. ആ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഈ 3 പ്രദേശത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളം ഫോം ചെയ്തത് എന്തായിരുന്നു? November 1st, 1956. നമുക്കറിയാം അല്ലേ, സ്കൂളിലൊക്കെ എല്ലാവരും കേരളപ്പിറവി ദിവസം പ്രത്യേക ഡ്രസ്സ്, അതായത് നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരാറുണ്ട്. ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണത് അല്ലേ. അതുപോലെ നോക്കിയേ, തിരുവിതാംകൂറിന് കീഴിലുള്ള അഗസ്തീശ്വരം, തോവാള, കൽക്കുളം, വിളവങ്കോട് താലൂക്കുകൾ മദ്രാസ് സംസ്ഥാനങ്ങളായിട്ട് ലയിപ്പിക്കുകയുണ്ടായി. ഏതൊക്കെയായിരുന്നു? അഗസ്തീശ്വരം, തോവാള, കൽക്കുളം ആൻഡ് വിളവൻകോട് താലൂക്ക് അണ്ടർ ട്രാവൺകൂർ വർ മെർജ്ഡ് വിത്ത് മദ്രാസ് സ്റ്റേറ്റ്. മദ്രാസ് സ്റ്റേറ്റുമായിട്ട് ഈ താലൂക്കുകളെല്ലാം ലയിപ്പിക്കുകയും അതുപോലെ ദ താലൂക്ക് ഓഫ് കാസർഗോഡ് ആൻഡ് ഹോസ്ഡർഗ് ഇൻ സദേൺ കർണാടക ബിക്കെയും പാർട്ട് ഓഫ് കേരള. പക്ഷേ കാസർഗോഡും ഹോസ്ഡർഗ് ഇൻ സദേൺ കർണാടകയുടെ ഭാഗവും എന്തിലേക്ക് ലയിപ്പിക്കുകയുണ്ടായി? കേരളത്തിലേക്ക് ലയിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഈ ലെസണിൽ മെയിനായിട്ട് എന്തൊക്കെ പഠിച്ചു എന്ന് നോക്കിക്കേ. അറൈവൽ ഓഫ് യൂറോപ്യൻസ് അല്ലേ, യൂറോപ്യൻകാരുടെ വരവിനെ കുറിച്ച് പഠിച്ചു. എയർലിയർ റെസിസ്റ്റൻസിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ എക്കണോമിക് ചേഞ്ച്, സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ചു. സാമൂഹ്യ മാറ്റങ്ങളെ, സോഷ്യോ കൾച്ചറൽ ചേഞ്ചസിനെ കുറിച്ച് പഠിച്ചു. നാഷണൽ മൂവ്മെൻറ്റ്, ദേശീയ സമരങ്ങളെയൊക്കെ കുറിച്ച് പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റീഅടിച്ച് കാണുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത ടീച്ചർ ടൈമിൽ ടീച്ചർ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ ടീച്ചർ ഇന്ന് എടുത്ത പോർഷൻസ് എല്ലാം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ടീച്ചർ റെഫർ ചെയ്തത് നമ്മുടെ എക്സാം പോയിന്റിൽ നിന്നാണ്. നിങ്ങൾക്ക് 10th ബോർഡ് എക്സാമിന് ചോദിക്കുന്ന പാറ്റേൺ അനുസരിച്ച് തന്നെയാണ് എക്സാം പോയിന്റിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഓരോ ചാപ്റ്റർ വൈസും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് 5 ഇയേഴ്സിലെ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.